ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് വീണ്ടും വന്നിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 7ാമത്തെ എപ്പിസോഡോട്ട് സ്വാഗതം. ഞാൻ ഇന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഈ എപ്പിസോഡിൽ നമ്മൾ രാത്രി വന്നേ ഈ എപ്പിസോഡിൽ നമ്മൾ ആദ്യം കഥ തുടങ്ങിയിട്ട് ഞാൻ ബാക്കി പറയാം. പിടിക്കുക തൊട് എൻ്റെ ഒരു സെറ്റിങ്സ് ഞാൻ മാറ്റിയിടുന്നുണ്ട്. ഓക്കെ, ഇനി എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ലെന്ന് തോന്നുന്നു രാത്രിയായാലും. അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് വരാം. നമ്മളിന്ന് വില്ലേജിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്നു. ഞാൻ വെച്ചു, ഓഫ് ക്യാമറയിൽ നിന്ന് ഗ്രൈൻഡ് ചെയ്തു, സാധനങ്ങളെല്ലാം ഒപ്പിച്ചു. മനസ്സിലായല്ല, ഞാനങ്ങനെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. അതുപോലെ ഞാൻ എപ്പോഴും വരുമ്പോൾ എൻ്റെ ഇമോട്ടൊന്നും കാണുന്നില്ല. എന്തുപറ്റിയെന്ന് അറിഞ്ഞൂടാ. എനിക്ക് എല്ലാ ദിവസവും സിഗ്നിങ് ചെയ്യേണ്ട അവസ്ഥയാണ്. എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ എനിക്ക് മര്യാദ അറിയാൻ പാടില്ല. പിന്നെ നിങ്ങളെൻ്റെ സെറ്റിങ്സ് ചോദിച്ചാൽ മനസ്സിലാവും. ഞാൻ ബിൽഡ് എളുപ്പമാക്കാൻ സെറ്റിങ്സ് മാറ്റിയിട്ട്, മറ്റേതെന്ന് വെച്ചാൽ കുറേ നേരം കുത്തണം, എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു സെറ്റിങ്സിലോട്ട് ഇട്ട്. ഈ സർക്കിൾ എനിക്ക് വലിയ ഇഷ്ടമല്ല, എന്നാലും ഞാൻ ഇതിട്ടേക്കുന്നത് എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ്. ഞാൻ ഉറങ്ങട്ടെ. അങ്ങനെ പറ്റിയത് എൻ്റെ ആൾക്ക് അറിയത്തില്ല. നമുക്ക് ഉറങ്ങാം. ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. ഇനി വല്ല മോബ് സ്പോണായിട്ടുണ്ടെങ്കിൽ ഞാൻ തീർന്നു. മനസ്സിലായല്ലേ? ഞാൻ വ്യൂ മാറ്റിയിട്ട് വരുന്നു. എന്നിട്ട് ഞാൻ പുതിയതായിട്ട് ചെയ്തൊരു ഫിഷർ ഐലൻഡ് ഉണ്ട്, അതും കൂടി കാണിച്ചു തരാം. വരുന്നു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഗോളും ഞാൻ പറഞ്ഞു തന്നല്ലോ. ഇനി നമുക്ക് നേരെ പണിയിലോട്ട് തുടങ്ങാം. നമ്മളിന്ന് ഒത്തിരി സമയമൊന്നും കളയുന്നില്ല. നമ്മൾ വേഗം പണി തീർക്കാൻ പോയാണ്. അതുപോലെ ഞാൻ ട്രേഡിംഗ് ഹാളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ഇപ്പോഴൊന്നും കാണിക്കൂല. നമ്മൾ 10ാമത്തെ എപ്പിസോഡിലായിരിക്കും ഈ ഒരു വില്ലേജിൻ്റെ പണി എൻ്റെ ഒക്കെ. അതുപോലെ ഞാൻ എൻ്റെ സെറ്റിങ്സ് മാറ്റട്ടെ. പറക്കണമെങ്കിൽ മറ്റേ സെറ്റിങ്സ് വേണം. പോട്ടെ, ഞാൻ മറന്നുപോയി. ഞാൻ വീണ്ടും എൻ്റെ പഴയ സെറ്റിങ്സിൽ തിരിച്ചു വന്ന്. നമുക്കിനി നേരെ പറന്നു പോകാം. എന്തായാലും ഇട്ടിട്ടില്ലേ? പതുക്കെ പോണേ. കേട്ടോ, നമ്മളെത്തി. ഇത്രയുള്ള വീട്. ഇതാണ് ഞാൻ നമ്മുടെ വില്ലേജിൽ പണിഞ്ഞേക്കുന്ന ആദ്യത്തെ വീട്. ഇതെന്തിനുള്ളതെന്ന് ചോദിച്ചാൽ ഇത് ഫിഷർമാനുള്ള വീടാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പണിയാൻ പോകണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് 2 ഓപ്ഷനുണ്ട്. ഒന്നൊരു വീട് പണിയുക, അല്ലെങ്കിൽ നമ്മളൊരു ഹാർബർ പണിയുക. എൻ്റെ ഒരു ഇത് വെച്ചിട്ട് അവിടെ ഞാനൊരു ഹാർബർ പണിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവിടെയായിട്ടും ഈ കാണുന്ന ഭാഗത്തായിട്ട് ഒരു ഹാർബർ പണിയുക. അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഗോള്. അതിനുള്ള റിസോഴ്സസൊക്കെ മൈൻക്രാഫ്റ്റ് ദൈവം ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ സുധിയെ പോലെ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങളെൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും ചാനലും സബ്ബും ഒക്കെ ചെയ്യുക. ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. അയ്യോ, ഞാൻ വീണോ? ഇല്ല ഞാൻ വീണില്ല, സത്തില്ല. എന്ത് പറയാനാ, മൈൻക്രാഫ്റ്റ് ദൈവം ക്ലിയൊന്നും ഇല്ല. നമ്മളിത് കയറിയിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ എൻ്റെ റിസോഴ്സസ് താൽക്കാലികമായി വെച്ചിരിക്കുന്നത്. ഈ റെഡ് ഷൾക്കറിൻ്റെ അകത്ത് ഞാൻ എൻ്റെ ഷൾക്കർ ബോക്സൊക്കെ കുറച്ച് ഡൈ ചെയ്തായിരുന്നു, മഞ്ഞ ആയുധങ്ങൾ വെക്കാൻ. ഇത് നമ്മുടെ ബിൽഡിംഗ് ഓപ്ഷൻസിന് ഇതിൻ്റെ അകത്ത് കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇത്ര ഐറ്റംസ് ഞാൻ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്ഥലം നികത്തുന്നതിൻ്റെ ഇടയിൽ നിന്നാണ് എനിക്ക് ഇത്രയും ഗ്രാവലും സാൻഡും കിട്ടിയത്. അതുപോലെ ഈ 2 സാധനം ഫർണിച്ചർ മോഡിൻ്റെ അകത്ത് അവൈലബിൾ ആയിരുന്ന ലാമ്പാണ് ഈ വെച്ചേക്കുന്നതെല്ലാം. അതുപോലെ ഇവിടെ ഇരുന്നായിരിക്കണം നമ്മുടെ ആൾ ഫിഷിങ് ചെയ്യേണ്ടത്. ഇവിടെ എന്തായാലും വില്ലേജേഴ്സ് ഒന്നും ഫിഷ് ചെയ്യാൻ പോണില്ല, എന്നാലും ഒരു സ്റ്റോറിക്ക് വേണ്ടി അതിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. എൻ്റെ ഫോണിൽ ചെറിയൊരു ലാഗുണ്ട്. അതുപോലെ എൻ്റെ XP ലെവൽ ശ്രദ്ധിച്ചവർക്കറിയാം, 30 ഉള്ളൂ. കഴിഞ്ഞ വട്ടത്തെ പോലെയല്ല. ഞാൻ ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഞാൻ ഇതുപോലെയാണ്. പിന്നെ ഈ എമറാൾഡ് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ ട്രേഡിംഗ് ഹാളിൽ നിന്ന് ഒപ്പിച്ച്. അതെ, ഞാൻ അങ്ങോട്ട് ഇവനെയും കൂടി ആഡ് ചെയ്ത്. മറ്റവൻ, അവൻ്റെ പേരെന്താ, മറ്റേ കൃഷിക്കാരൻ, പുള്ളിക്കാരനും കൂടി ആഡ് ചെയ്ത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതിരിക്കണ ബ്രെഡ്. എന്ത് പറയാനാ, ഞാൻ ഭയങ്കര ബുദ്ധിമാണ് എന്നൊന്നും ഞാൻ പറയൂല. ഇരുത്തിട്ട് ഞാനത് നിർത്തി. ആ ഡയലോഗ് ഞാൻ നിർത്തി ഗൈസ്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇനി റിസോഴ്സസുമായി ബെഡുമായി നമുക്കിനി പണി തുടങ്ങാം. പക്ഷേ നൈറ്റ് ആയി കഴിയുമ്പോഴാണ് പേടിക്കേണ്ടത്. അതുകൊണ്ട് സമയം കളയാതെ രാവിലെ തന്നെ പണിയെല്ലാം അങ്ങ് തീർക്കാം. നമുക്കതിനാദ്യം ഞാൻ എന്തിനാണ് നഷ്ടപ്പെടുന്നത്? അതവിടെ വെച്ചിട്ട് റിസോഴ്സസ് ആവശ്യമുള്ള എടുത്തുകൊണ്ടിരിക്കും വന്നപ്പോൾ ഈ പെട്ടിയോടെ എന്തിനാ കൊണ്ടുവന്നത്? പൊട്ടത്തരം കാണിച്ച് ഞാൻ തിരിച്ചുകൊണ്ട് വെക്കട്ടെ. ഞാൻ 2 വട്ടം നടക്കേണ്ടി വന്നില്ല. എൻ്റെ എനർജി അത്രയും പോയി. പാവം ഞാൻ ഇതെന്തോരം പണിയെടുക്കണം. നമുക്ക് വേണ്ടത് ഈ 2 സാധനമായിരിക്കും മെയിനായിട്ടും വേണ്ടി വരിക. ബെഡ് നമുക്ക് എവിടെയെങ്കിലും വെക്കാൻ ആവശ്യം വരും. വാട്ടർ പാർക്കോർ ചെയ്യാൻ. അപ്പം നമുക്ക് ആവശ്യമുള്ള എല്ലാം ഉണ്ട്. നമുക്ക് ഈ നേരെ പരിപാടിയിലോട്ട് കിടക്കുക. ബെഡ് ഇപ്പോൾ ആവശ്യം വരികയില്ല. നൈറ്റ് ആവുന്നത് കണ്ട അപ്പം ഓടിക്കണം. നമുക്ക് ഇവിടെ നിന്നത് നൈസിനൊന്ന് പറക്കാൻ ഗൈസ്. എനിക്ക് അങ്ങ് വരെ ഓടാനും കഴിയില്ല ഇപ്പോൾ ഒന്നു. ഈ എലക്ട്രി കിട്ടിയപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഹാർബർ പോലെ സെറ്റ് ചെയ്യാൻ പോണത്. ഹാർബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയായിട്ട് നമ്മളൊരു ചെറിയൊരു ഷിപ്പ് ഉണ്ടാക്കി വെക്കും.
അതും നമ്മൾ പോകെ പോകെ റെഡിയാക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് കുറച്ച് പണിയുണ്ട്. ആദ്യം നമുക്കിവിടെ ഒരു മാർക്കിംഗ് ഇടണം. ഇവിടെ ഒന്ന് തീന്ന് പിന്നെ 1 2 3 4 ബ്ലോക്ക് മാറി ഇവിടെ ഒന്ന്. അപ്പോൾ അത് ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് 1 2 3 4 ബ്ലോക്ക് മാറി ഇത് ഇവിടെ ആയിട്ട് ഇങ്ങനെ പില്ലർ ചെയ്യാം നമുക്ക്. ഇത് ആവശ്യമുള്ള സാധനമാണ്. ഇനി ഇവിടുന്ന് 1 2 3 അല്ല 1 2 3 4 കഴിഞ്ഞിട്ട് അവിടെയാണ് ചെയ്യേണ്ടത്. നമുക്കിതായിട്ടുണ്ട്. ഇവിടെ പില്ലർ ചെയ്ത് നമുക്കിത് ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു ബ്ലോക്ക് ഉണ്ട്. ഇനി 3 ബ്ലോക്ക് വേണം. 1 2 3 4ാമതൊരു ബ്ലോക്കും കൂടി വെക്കണം നമ്മൾ എന്തായാലും. ഞാൻ ചാടാൻ പോയാണ്. ആ ചാടുക, അതിൻ്റെ അകത്തോട്ട് ചാടുക. ഇത്രയും കഷ്ടപ്പെടുന്നതിന്. അയ്യോ എടാ എന്നെ ഒഴുക്കിക്കളയാനല്ലടാ ഞാൻ ഒഴിച്ചത്. എന്നെയിപ്പോൾ തീർത്തേനെ. ഈ പണിയിലോട്ട് കിടക്കാം. 1 2 3 4 ഇവിടെ 4 ബ്ലോക്ക് ഹൈറ്റ് ചെയ്തും കൊണ്ടുവന്നിട്ടുണ്ട്. ഗ്ലൈഡ് ചെയ്ത് വെള്ളത്തിൽ ഇറങ്ങണം. എനിക്കിതൊക്കെ എന്ത് കേസ് ഇറങ്ങാനറിയത്തുള്ളൂ, വേറെ അറിഞ്ഞൂടാ. കുഴപ്പമൊന്നുമില്ല. നമ്മളിവിടെ ഒരു ബ്രിഡ്ജ് ഇങ്ങോട്ട് മാറിയൊക്കെ ഇവിടെ ഇട്ടിടുക, കയറുക. നൈറ്റ് ആയി കഴിഞ്ഞാൽ വെള്ളത്തിലാണെങ്കിലും ബെഡ് ഇടണം എന്നാണ്. ഞാൻ എത്രയായി? ഒരു ഹൈറ്റും കൂടി, ഒരു ബ്ലോക്ക് ഹൈറ്റ് വെച്ചിട്ട് ഇവിടെ നിന്ന് നമുക്കിങ്ങനെ കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, ഞാൻ 4 ബ്ലോക്ക് ഹൈറ്റ് വെച്ചതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇതിലൂടെ സ്റ്റെയർ കേസും കൊടുക്കേണ്ടതാണ് നമുക്ക്. അതിൻ്റെയും കൂടി ഒരു ചെറിയ പ്രിക്കോഷൻ നമുക്ക് എടുക്കണം. ഞാൻ വീണ്ടും വീണ്ടും വരിക. ചത്ത്. ഈ ഡർട്ടുള്ളതിൻ്റെ കാര്യമാണ് കേട്ടോ. ഞാൻ ഈ ഡർട്ടൊന്നും ഒത്തിരി യൂസ് ചെയ്യാറില്ലായിരുന്നു. കാര്യം പക്ഷെ ഇവിടെ നികത്താൻ നേരത്ത് എനിക്ക് നല്ലപോലെ ഡർട്ടിൻ്റെ ആവശ്യം വന്നു. ഇതിനുവേണ്ടി ഞാനൊരു ഹൈലൻഡ് മിക്കവാറും പൊളിച്ചെടുക്കേണ്ടി വരുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷെ അത്രയൊന്നും എനിക്ക് വേണ്ടി വന്നില്ല. അതുകൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെട്ടു. ഇല്ലാതെ ഞാൻ ഐലൻഡ് പൊളിച്ചെടുത്തോണ്ട് ഇങ്ങോട്ട് വന്നേനെ. ഇതിനു വേണ്ടി ഒരു കാടാണ് ഞാൻ വെട്ടിത്തെളിച്ചത്. അതെൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം. ഞാൻ പറഞ്ഞിരുന്നു ഞാനൊരു കാട് തന്നെ ഈ ഒരു സ്പ്രൂസ് മരത്തിന് വേണ്ടി വെട്ടിക്കളഞ്ഞിരുന്നു. അതുപോലെ ഇത് ഞാൻ മിക്കവാറും ഐലൻഡ് വെട്ടിയെടുക്കണമെന്നാണ് കരുതിയത്. പക്ഷെ അത്ര എനിക്ക് വേണ്ടി വന്നില്ല. ഞാൻ ഓരോ ട്രിപ്പായിട്ട് പോയി എടുത്തുകൊണ്ട് വരികയായിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഫുള്ള് ഓക്കിട്ട് നിറയ്ക്കണം. ഈ ഒരു ഓക്കല്ല, എനിക്കെപ്പോഴും വായിൽ ഓക്കാന്നാണ് വരുന്നുള്ളൂ. എന്തിലേക്കട്ടെ, നമുക്കിത് ഫുള്ളിങ്ങനെ നിറയ്ക്കണം. കുറേ പണിയുണ്ട് കഴിച്ചെന്ന് തന്നെ. അതായത് ഞാൻ ഈ ഒരു സാധനം മാത്രമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു വീഡിയോയിലേക്ക്. അപ്പോൾ നിങ്ങൾ ചോദിക്കും നീ അതിനകത്തിടാ പിന്നെ കുറേ പണിയുണ്ടെന്ന് പറഞ്ഞത്. ഒരു മനസ്സ് അത് ഞാൻ പറയും. ഇനി ഇവിടെ നിന്ന് ഇറങ്ങാൻ സ്റ്റെയർ ഞാൻ ഉണ്ടാക്കണം. ഈ പൊട്ടൻചങ്കരനായി ഞാൻ ഏറ്റവും വലിയൊരു പൊട്ടത്തരം വീണ്ടും ചെയ്തു. അത് പുതിയ കാര്യമില്ലെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ ഒരു പൊട്ടത്തരം വീണ്ടും ചെയ്തു. ഞാൻ സ്റ്റെയർ എടുക്കണ്ടേ ഇങ്ങോട്ട് വന്ന്. അവിടെ ഇരിപ്പുണ്ട് എൻ്റെ സ്റ്റെയർ. ചത്തില്ല ഗൈസ്. അത്ഭുതം. ഞാൻ ആദ്യമായിട്ട് ലേറ്റർ യൂസ് ചെയ്ത് ചാവാണ്ടിരുന്നു എന്നൊക്കെ പറയണമെന്നുണ്ട്. ഞാൻ ഇതിന് മുമ്പ് ലേറ്റർ യൂസ് ചെയ്ത് ചാവാതിരുന്നുണ്ട് ഗൈസ്. മനസ്സിലായില്ല. അതാണ് ഞാൻ സ്റ്റെയർ എടുത്തില്ലെന്നാണ് എൻ്റെ ഒരു ഇതെന്ത് കാണിക്കും. എനിക്ക് വുഡിൻ്റെ ഒത്തിരി ആവശ്യം വരികയില്ല. കുറച്ച് സ്റ്റെയർ ഇങ്ങോട്ട് എടുക്കാം ഗൈസ്. നമ്മുടെ കയ്യിൽ കുറച്ച് സ്റ്റെയർ എടുത്തിട്ട് മിക്കവാറും ഇത് രാത്രിയാവുന്നതിന് മുമ്പ് പണി തീർക്കാൻ പറ്റുക. എന്താ ഗൈസ്, എന്നെ കൂട്ടോണ്ട് പോയി ഗൈസ്. നശിച്ച സാധനം എന്നെ കൂട്ടോണ്ട് പോയി. ഇതാണ് ഞാൻ എലിവേറ്റർ ഒത്തിരി യൂസ് ചെയ്യാത്തത്. ഞാൻ എങ്ങനെ കയറും? അടുത്തത് ഇങ്ങനെയൊക്കെ പൊട്ടത്തരങ്ങൾ കാണിക്കുക എന്നെ കൊണ്ടല്ലാണ്ട് വേറെ ആരെങ്കിലും കൊണ്ട് പറ്റുമോ? ഞാനിവിടെ കുറേ നേരം ഇരുന്ന് കഷ്ടപ്പെട്ട് സ്റ്റെയർ ഉണ്ടാക്കണം. എന്തൊരവസ്ഥ. എനിക്ക് മാത്രം എന്താ ഗൈസ് ഇങ്ങനെ? അതോ വേറെ ആർക്കെങ്കിലും ഇങ്ങനെ മൈൻക്രാഫ്റ്റിൽ പറ്റാറുണ്ടോ? പറ്റാവുന്നൊരു കമൻറ്റ് ആർക്കൊക്കെ ഉണ്ടോ നോക്കാം ഈ പരിപാടി ഇങ്ങനെ പൊട്ടത്തരം കാണിക്കുന്നത് കേട്ടോ. ഞാനിവിടെ ഒരു ഹാർബർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ, ഈ വേൾഡിൽ എന്നെക്കാട്ടിൽ ഓണത്തെന്ന് പറഞ്ഞാൽ ഒരുത്തനെ നിങ്ങൾക്ക് കാണാൻ കിട്ടിയില്ല. എന്താണെന്നറിയാവോ? കാര്യം ഇത് സിംഗിൾ പ്ലെയർ വേൾഡാണ്. തഗ് ചിരിക്ക് എല്ലാവരും ചിരിക്കും. അയ്യോ ഞാൻ താഴെ വീണില്ല. ഇപ്പോൾ വീണ്. ഇവിടെ ഒന്നും വെക്കാം. ഇവിടെ എല്ലാത്തിടത്തും നമുക്ക് ഓരോന്ന് വെച്ച് കൊടുക്കാം. എന്തിനാണെന്നറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ ഫെൻസ് വെക്കും. ഞാൻ ഭയങ്കര ബുദ്ധിമാനെന്നറിയാമല്ലോ. ഇച്ചിരി മുമ്പ് കണ്ട പോലെ വല്ലയിടത്തോടെ അടിച്ചെന്തല്ലി വീണ് കഴിഞ്ഞാൽ തീർന്നു. അതാണ് പ്രശ്നം. എൻ്റെ ഓക്കെല്ലാം തിരിച്ചു താടാ, പക്ഷേ എൻ്റെ സ്പ്രൂസ് എല്ലാം തിരിച്ചു താടാ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വരും കേസ്. ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ സ്റ്റെപ്പ് കൊള്ളാല്ലേ.
കാണാൻ തീരെ ഭംഗിയില്ലെന്ന് പറയുന്നതാണ് ഞാൻ ചപ്പലിനടിക്കും. ഇനി ഇവിടെ എല്ലാം നമ്മൾ ഫെൻസ് വെക്കും. ഇവിടെ ഫെൻസ് വെക്കുകയില്ല. ഇവിടെ ഈ ഒരറ്റത്തും മാത്രം വെക്കും. ബാക്കി എല്ലായിടത്തും നമ്മൾ ഫെൻസ് വെക്കും. എന്തിനാന്ന് ചോദിച്ചാൽ ഒരു ഭംഗിക്കൊന്നും ഞാൻ പറയൂല, എൻ്റെ മനസുഖത്തിന്. അല്ല പിന്നെ നിനക്കൊക്കെ പറഞ്ഞതിനോടാ ഞാനില്ല. നേരം കുറേയായി ഞാൻ പറയുന്ന എല്ലാത്തിനും നീയൊക്കെ കേട്ടോണ്ടിരിപ്പില്ലേ. അപ്പോൾ മുണ്ടാതിരുന്നോണം. വലിയ ദേഷ്യം വരികയില്ലേ മനുഷ്യന്. കുറേ നേരമായി ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടും. ഓന്മാർ കളിക്കുന്നു. നീയൊക്കെ ഫോണും കുത്തിക്കൊണ്ടിരിക്കുമല്ലോ ഇറക്കുക. അതിനൊക്കെ ഒന്നും വേറെ പണിയില്ലേ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നതൊന്നും ഉണ്ടെങ്കിൽ നിങ്ങൾ മുണ്ടായിരുന്നോണം. അത്രേ ഉള്ളൂ. അങ്ങനെ റോക്കറ്റിൻ്റെ അടുത്ത് ഈ വട്ടം കേട്ട സാധനം എന്നെ കൊണ്ടുപോയി കേട്ടോ. ഇവിടെ അയ്യോ രാത്രി ഒന്ന് സമയമില്ല. ഇതെന്തോ എന്തായാലും ആയിക്കോട്ടെ. എനിക്കെന്താ, ഞാൻ തന്നെയല്ലേ പണി. ഞാൻ വിഡി, അതായത് നിങ്ങളല്ല, ഞാൻ വിഡി, വെറും വിഡി. അയ്യോ ഗൈസ്, പെരിയോനെ രാത്രിയാവുന്നേ, ഓടിക്കോ. ഞാൻ തന്നെ ഇത്രയും കഷ്ടപ്പെടുന്നു. എൻ്റെ വെടിയിരിപ്പില്ല. ഞാൻ പിന്നെ ഇതിനെ ഓടുന്നു. അത്രേ ഉള്ളൂ. ഏതോനാന്ന് വെച്ചാൽ ഞങ്കുറപ്പുള്ള വാടാ, ഞാൻ കിടന്ന് ഉറങ്ങിക്കളയും. വാടാ, ഏത് സോംബിയാന്ന് വെച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല. വാടാ, ഉറപ്പുള്ളവനാണേ വാടാ. കണ്ടാ, ഞാൻ വരുന്നതിന് മുമ്പ് ഉറങ്ങിക്കളഞ്ഞില്ലേ. ഞാൻ ഉറങ്ങിയതൊക്കെ നിൻ്റെ ഭാഗ്യം. ഇല്ലായിരുന്നു ഈ ദശമൂലം ദാമൂന് എന്നെ ചുമ്മാ കൊലപാതകയാക്കുമാതിരി. ഇവിടെ എല്ലാം നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. കേസ് ഇവിടെ നമുക്കിനി പൊത്തവും പൊട്ടിച്ച് വരണം. പൊട്ടിച്ച് വരുന്നതിന് മുമ്പ് ഞാൻ ശവലെടുത്തില്ല. അടുത്ത പൊട്ടത്തരം. ഇങ്ങനെ വിഡിത്തരം കാണിക്കുന്നവൻ ഈ ഭൂലോക താരയിലും ഉണ്ടാകുമോ? അതാണ് എൻ്റെ സംശയം. ഇപ്പം നമുക്ക് ഇനി ചെന്നിട്ട് അവിടുന്ന് ശവലും എടുത്ത് കൊണ്ടുവന്ന് ഇത് ഫുള്ള് ഞാൻ പൊട്ടിച്ച് മാറ്റണം. എന്നിട്ട് ഇത് ഇങ്ങോട്ട് വിടണം. ഇങ്ങോട്ട് ഇപ്പോഴും ഇട്ടിട്ട് പോവാം. അല്ലെങ്കിൽ 2 പണിയൊന്നും എടുക്കണം. എനിക്ക് കഴിയില്ല. വീഡിയോ വേഗം ഉണ്ടാക്കിയിട്ട് വീട്ടിൽ പോയി ഞാൻ വീട്ടിലാണ് ഇരിക്കുന്നത് പറഞ്ഞ പോലെ. പിന്നെ വെക്കേഷൻ ടൈമിൽ എന്തൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് ഭയങ്കര ദൈവത്തിൻ്റെ കൂടെ കളിക്കണമെങ്കിൽ കളിക്കാൻ പറ്റിയില്ല. കാര്യം ഞാൻ സിഗ്നിയും ചെയ്യുന്നു. പിറ്റേ ദിവസം രാത്രിയാകുമ്പോൾ ആ സിഗ്നിയും പോകുന്നു. എന്താണെന്നറിഞ്ഞൂടാ. മൈൻക്രാഫ്റ്റ് എന്നോട് മാത്രം ഈ ചതി ചെയ്യുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ പ്രശ്നം വരുന്നുണ്ടോ? ഒന്ന് പറയണേ. ഇതല്ലെങ്കിൽ ഇതെങ്ങനെ ശരിയാക്കുന്നതെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ ഡിസ്കണ്ട. ഞാൻ ഒരു സാക്കും കൊണ്ട് വന്നതാണ്. ഇവിടെ ഇട്ട് വന്നപ്പോൾ തന്നെ പകുതിയോളം തീർന്ന് 20ആയി. അര സാക്ക് പോലും കഴിഞ്ഞു പോയി. പുറത്ത് നോക്കണേ, ഞാൻ എന്തോരം സ്പ്രൂസ് ഇനിയും വെട്ടേണ്ടി വരും. ഇവിടെ എന്തോരം ബിൽഡ് കൊണ്ടുവരണം. ആരാടാ അത്? എടാ, നീ സോമനല്ലേ? എടാ, എന്തായാലും സോമൻ ചേട്ടൻ ഒരു വട്ടം എന്നെ കയറി തല്ലിയതാ. അതുകൊണ്ട് എനിക്ക് കയറി റെഡി കൊള്ളാൻ വയ്യ. വിട്ടുപോകാം. അയ്യോ ഇടിച്ച്. ഞാൻ പറഞ്ഞില്ല, ഇവനെ കാണിച്ചു തന്നില്ലേ. ഇതാണ് ദുണ്ടൂബായ്, നമ്മുടെ പുതിയ പെറ്റ. ഇവൻ എൻ്റെ പ്രൊട്ടക്ഷന് വന്നവനെ ഞാനിപ്പോൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട അവസ്ഥ. എന്തടാ ഇത്? നാണം വേണോടാ, നാണം. നമുക്ക് പിന്നെ അകത്തൊരു തത്തയൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ വേൾഡ് ടൂറിലേ കാണിക്കത്തുള്ളൂ. അവൻ്റെ പേരൊന്നും ഞാൻ എക്സ്പോസ് ചെയ്തില്ല. അതുപോലെ അവൻ്റെ പേര് തുണ്ടു എന്നാണ് കേട്ടോ, പട്ടിയുടെ. നമ്മുടെ ബോബോൻ്റെ പേര് ഞാൻ തുണ്ടു എന്ന് ഇട്ടേക്കുന്നത്. നല്ല പേരല്ലേ, എനിക്കറിയാം. കാര്യം ഞാൻ ആ പേരിട്ട്. ഇതിൻ്റെ അകത്താണ് നമ്മുടെ എന്താണ് ഗീസ്, ഇതിൻ്റെ അകത്തായിരുന്നു എന്തുകൊണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ഇതിൻ്റെ അകത്ത് എന്തുകൊണ്ടായിരുന്നു ഗീസ്? ഇതിൻ്റെ അകത്ത് എന്തുവരുന്നുണ്ടായിരുന്നേ? ശവ്വലി ഓർമ്മ വന്നു. ഞാൻ ഭയങ്കര ബുദ്ധിമാനാന്ന് ഇപ്പോൾ മനസ്സിലായില്ല നിങ്ങൾക്ക്. ശവ്വല് തേടി വന്നവനാ. നമുക്ക് ശവ്വല് കിട്ടി. ഇനി ഇതിൻ്റെ ആവശ്യമില്ല. നീ വാടാ, ഇത് ഉറക്കുക. ഇതിൻ്റെ അകത്തോട്ട് വെക്കുക. നമുക്ക് പോകാം. നമ്മൾ വന്ന പണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരെ ഐലൻഡിലോട്ട്. ഇവിടെ നോക്കിയാൽ എൻ്റെ ഹാർബറും എന്ത് ഭംഗിയാണ് ഗൈസ്. ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന ബിൽഡൊക്കെ കാണാൻ. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ശിവണയെന്നും പറഞ്ഞുകൊണ്ട് വീഴാൻ ചെന്നവനായിരുന്നു ഞാൻ ഡയലോഗ് ഇടാൻ മറന്നുപോയി. അല്ലാണ്ട് പ്രശ്നമൊന്നുമില്ല. ഈ ബ്രെഡ് കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തോ തൊട്ടാൽ മതിയോ? എന്തോ എഫിഷ്യൻസി എൻ്റെ. അയ്യോ വെള്ളം. ഐ ആം അലർജി ഓഫ് വെള്ളം. പക്ഷേ ഐ ഹാവ് അലർജി ഫ്രം വെള്ളം. പക്ഷെ ഒറ്റത്തോടല് 2-3 ബ്ലോക്കൊക്കെ പൊട്ടുന്നു. എന്തടാ ഇത്? എഫിഷ്യൻസി ഒക്കെ കണ്ണിക്കണ്ട കാര്യം കിട്ട്. ഒന്നും നോക്കിയില്ല. നമുക്ക് പിന്നെ അവിടെ ട്രേഡിങ് ഹാളുള്ളതുകൊണ്ട് സുഖമായിട്ടെല്ലാം കിട്ടുന്നുണ്ടായിരുന്നു കേസ്. അതുകൊണ്ടൊന്നും അറിയേണ്ടി വന്നില്ല. ഇനി കുറച്ച് എൻ്റെ ഓക്കിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. പക്ഷേ ഓക്കൊന്ന് സ്പ്രൂസിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. കണ്ടോ, ഇവിടെ മൊത്തം ഗ്രാവലാണ്. ഈ ഒരു ഗ്രാവൽ എടുക്കാനും ഞാൻ കുറേ കഷ്ടപ്പെട്ട്. ഇവിടെ നിന്ന് മാത്രമല്ല, ഞാൻ വേറെ അടുത്തൊന്ന് മൈൻഡ് ചെയ്യാൻ പോയപ്പോൾ കിട്ടിയ ഗ്രാവലും കൂടി ആയിരിക്കുന്നത്. ഇവിടെ ഇതിൽ കൂടുതൽ ഗ്രാവലുണ്ടായിരുന്നു അടിയിലോട്ട്. ഞാൻ എന്നിട്ട് കുറച്ച് ഗ്രാവൽ എടുത്ത് മണ്ടക്കിട്ടാന്നൊന്നും വിചാരിക്കണ്ട.
ഇവിടെ ഞാൻ കുറച്ച് ഡെർട്ട് വരട്ടെ. കണ്ട എൻ്റെ ഇനി 4 ഓക്ക്, പക്ഷേ 4 സ്പ്രൂസ്. ഇത് മാത്രം വെച്ചാണ് ഞാനിപ്പോൾ ജീവിക്കേണ്ടത് ഗൈസ്. അങ്ങനെ എൻ്റെ ഹാർബറിൻ്റെ പണി ഒഫീഷ്യലായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്കിനി ഡെക്കറേഷൻ കുറച്ചൊക്കെ വെക്കേണ്ടിയുണ്ട്. വേണമെങ്കിൽ നമുക്കിവിടെ ഒരു ബോട്ട് വിടാം. ഈ ഒരു ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വില്ലേജസിന്. ബട്ട് ഞാനിവിടെ ഒരു വലിയൊരു ഷിപ്പാണ് റെഡിയാക്കാൻ പോകണം. വലിയ ഷിപ്പല്ല, ഒരു കൊച്ചു ബോട്ട്. ഇതിൻ്റെ മണ്ടയ്ക്ക് എന്ത് ചെയ്യണമെന്നുള്ള ഐഡിയ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്ത് ഇവിടെ എന്ത് ചെയ്യണമെന്നൊന്ന് പറഞ്ഞു തരണം. എല്ലാവരും ഓരോ ഐഡിയ തന്ന് സഹായിക്കേണ്ടതാണെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അതുപോലെ അടുത്ത എപ്പിസോഡിൽ ഞാൻ ഇതൊക്കെ ഒന്ന് ടോർച്ചപ്പ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. എന്നാലും അടുത്ത എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്തിരിക്കുകയൊന്നും വേണ്ട, ചിലപ്പോൾ നാളെ വരും. എൻ്റെ ഷോർട്സിന് ആരും ലൈക്ക് ചെയ്യുന്നില്ലെന്നൊക്കെ ഞാൻ അറിഞ്ഞു കേട്ടോ. എൻ്റെ വീഡിയോയ്ക്ക് ഇപ്പോൾ റീച്ചൊന്നും കിട്ടുന്നില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് കനിഞ്ഞ് അനുഗ്രഹിച്ചാൽ നമ്മുടെ വീഡിയോ ഒന്ന് റീച്ചാവും. പറ്റാവുന്നത്ര ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അല്ലാണ്ട് നീയൊക്കെ ഷെയർ ചെയ്താൽ നിന്നെയൊക്കെ വീട്ടിൽ കയറി തല്ലും ഞാൻ. അത്രേ ഉള്ളൂ എനിക്ക് പറയാം എന്ന് നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞേക്കുക. മനസ്സിലായല്ലോ? ഇതാണ് നമ്മുടെ മെയിൻ പരിപാടി. തൊട്ട് ഞാൻ അതിന് തൊട്ട് മൈൻക്രാഫ്റ്റ് ദൈവമല്ല ഗൈസ്, വെറും ദൈവമല്ല, അൾട്ടിമേറ്റ് ദൈവം. അത്ര തന്നെ. എന്താണ് ഞാൻ? അൾട്ടിമേറ്റ് ദൈവം. നമുക്കിനി വീഡിയോ എൻ്റെ ആക്കാനുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോട്ടെ. എങ്ങോട്ടെന്ന് ചോദിച്ചാൽ അങ്ങോട്ട്, എങ്ങോട്ടെന്ന് ചോദിച്ചാൽ അങ്ങോട്ട്. മനസ്സിലായില്ലല്ലോ? അപ്പോൾ ഞാൻ മനസ്സിലാക്കി തിരികെ. ഇതാണ് എൻ്റെ വീഡിയോ ഇരിക്കുന്നത്. എത്തി. ഹലോ ഞാൻ ഗൈസ്, ഇപ്പോൾ ഗൈസ് പുറത്തൊരാൾ വന്നേച്ചതാണ്, ഞാൻ പെട്ടെന്ന് പോയത്. അതിനാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. എൻ്റെ പോർട്ടൽ കണ്ടില്ലല്ലോ നിങ്ങളാരും. ഇതാണ് എൻ്റെ പോർട്ടൽ. പിന്നെ ഗൈസ് എൻ്റെ വീഡിയോ എൻ്റെ ആക്കാൻ സമയമായതുകൊണ്ട് എനിക്ക് എങ്ങനെയും ഈ പേരുടെ മണ്ടൊക്കെ വലിഞ്ഞു കയറണം. ഞാൻ തത്തണ്ണൻ ഇപ്പോൾ കാണിക്കുന്നില്ല, നേരെ മറിച്ചൊരു ഫീച്ചറിൻ്റെ അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഈ ബട്ടൺ കണ്ട, ഞാൻ മണി അടിക്കുന്നൊരു ഫീച്ചർ കൊണ്ടുവന്നു. ഇതിലേക്ക് കേട്ടോ, ഒരുത്തനും എൻ്റെ വീട്ടിലോട്ട് മണി അടിക്കേണ്ടി കയറിപ്പോരുത്. കയറുന്നവനെ മണി ഞാൻ അടിച്ചു കളിക്കും. ഇത്ര എനിക്കറിയാം. പിന്നെ ഞാൻ ഇവിടെ വെക്കാമെന്ന് പറഞ്ഞ സാധനവും വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഇത് കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി അതൊന്ന് കാണിച്ചു തരാം. ഇത് ഈ ഇരിക്കണ എല്ലാമാണ് എൻ്റെ ചെസ്റ്റ് പെട്ടികൾ. ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ലോട്ട് സ്റ്റോൺ ഇരിക്കുന്നതാണ് ഗൈസ്. ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു ഗൈസ്, ഡീപ് സ്ലേറ്റ് ഉണ്ടായിരുന്നു എൻ്റെ ആവശ്യത്തിന്. പക്ഷേ ഞാൻ ചുമ്മാ പൊട്ടാം അവിടെ ഇവിടെയൊക്കെ പോയി മൈൻഡ് ചെയ്യുകയാണ്. ഇത് എൻ്റെ ഇതുമുണ്ട്, 64 എണ്ണം ഉണ്ട്. എൻ്റെ ഇങ്ങനെ ഒരു സെറ്റൊക്കെ കിട്ടി. അത് എൻ്റെ വേറൊരു വാട്ടർ ബക്കറ്റ് ഇരിക്കുന്നു. ഇതെല്ലാം ഞാൻ എന്തോ കാണിക്കാൻ എടുത്ത് വെച്ചിരുന്നു. എൻ്റെ നെതറായിട്ട് ചെസ്റ്റ് പ്ലേറ്റ് ഇത് ഇങ്ങനെ കേട്ടോ, ഇതും വേണം, ഈ ഹിയറും വേണം. പിന്നെ എൻ്റെ റോക്കറ്റ് എൻ്റെ അത് തന്നെ ഇരിക്കട്ടെ. റോക്കറ്റ് ഞാൻ മുതൽ റോക്കറ്റ് രാജാ. ഹൈ, ഇതെടുത്ത് ഞാൻ ഇൻവെൻട്രിക്കകത്തോട്ട് വെക്കട്ടെ. ഈ ചെസ്റ്റ് പ്ലേറ്റ് ഇടാത്തതിൻ്റെ കാര്യം കളിക്കുന്നവർക്കേ അറിയത്തുള്ളൂ. അതിന് കാരണം നമ്മൾ ഈ ചെസ്റ്റ് പ്ലേറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു സാധനം ഇടാൻ പറ്റിയില്ല. അതുപോലെ എൻ്റെ ബോയും എൻ്റെ ഒരു ഷോർട്ട് ഗണ്ണുണ്ട് ഗൈസ്. എനിക്കിതാണ് ഫേവറേറ്റ്. എൻ്റെ ഫേവറേറ്റ് ആരോ ആൻഡ് പോയതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എൻ്റെ ഈ ഷോർട്ട് ഗണ്ണൊന്നും. പക്ഷെ എനിക്ക് ആരോ ഇല്ല. ആരോ ഉണ്ടായിരുന്നെങ്കിൽ സീനായേനെ. ഇപ്പം എൻ്റെ ആരോ ഇല്ല. ആരോ എങ്ങനെ എൻ്റെ ആമോ എങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ഫയറിൽ M80ക്കും M10 ഒക്കെ വണ്ടാ പഠിക്കുന്നവനാണ്. കിട്ടിക്കഴിഞ്ഞാൽ എല്ലാത്തിനും തലഞ്ഞടിച്ച് പൊളിക്കും. അത്രേ ഉള്ളൂ എനിക്ക് പറയാം. അത്രക്ക് പവറാണ് കേസ് ഞാൻ M80ക്ക്. അപ്പോൾ എൻ്റെ M10 കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഡ്രാഗോ M10 ആണോ എന്താണെന്ന് നോക്കൂല, തലയടിച്ചങ്ങ് പൊളിച്ച് വരും. ഈ ക്രീപ്പറിനൊക്കെ അത് കാരണമാണ് എനിക്ക് ഇത്രയും പേടി. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു ഷോട്ട് ഗണ്ണെന്ന് ഇട്ടത്. അതുപോലെ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ പരിപാടികളായിരുന്നു. പിന്നെ നിങ്ങളെ കുറച്ചൊക്കെ ചുറ്റിക്കാണിക്കാൻ ഇനിയുണ്ട്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയുള്ള ഹാർബറിൻ്റെ ഒരു സ്റ്റോറി ഉണ്ട്, അത് വേണമെന്ന് കാണിച്ചു തന്നിട്ട് ഈ ഒരു വീഡിയോ ഇപ്പം എൻ്റെ ആക്കാം. ഹാർബറിൽ ചെന്നിട്ട് വേണമായിരുന്നു ഞാൻ ഇങ്ങോട്ട് വരാൻ. ഞാൻ പറക്കാൻ നോക്കിയതാണ് ഗൈസ്. ഇടക്കിടക്ക് എനിക്കിങ്ങനെ പറ്റും. ഒന്നും പുതിയ കാര്യമല്ല, നിങ്ങൾക്കറിയാമല്ലോ ഗൈസ്. ഈ കാണാണ് എൻ്റെ ഹാർബർ. അതായത് ഇതിവിടെ കണ്ട ഒരു കുഞ്ഞൊരു ബോട്ടിനെ കെട്ടിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ആര് വന്നാലും മനസ്സിലാവും ഇതുവഴിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ബോട്ട്. പിന്നെ ഇവിടെ ഒരു സ്പെയർ ബോട്ടുണ്ട്. ഇത് സ്പ്രൂസ് ബോട്ടാണെങ്കിൽ ഇത് ഓക്ക് ബോട്ട്. പിന്നെ ഇവിടെയൊക്കെ ഞാൻ കുറേ ലാമ്പും വെച്ച് ഇവിടെ ഒരു ഫിഷിംഗ് ഏരിയയും സെറ്റാക്കി. ഇതാണ് എൻ്റെ ഫിഷിംഗ് ഏരിയക്കുള്ള ഐറ്റം. അതുപോലെ ഇവിടെയാണ് എൻ്റെ ഫിഷ് ഉള്ളത്. ഫിഷ് എന്ത് ഇതുള്ളത് മറ്റേ സാധനം എന്ത് ചൂണ്ട. എന്നിട്ട് നമുക്കിത് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ട് അങ്ങോട്ട് ചൂണ്ടയിടുക, മീനെടുക്കുക, പോകുക. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഒരു വിനോദമായിട്ടിരിക്കട്ടെ. അതുപോലെ എൻ്റെ കൂടെ മൾട്ടിപ്ലെയർ കളിക്കുന്നവർക്ക് ഈ വീഡിയോ കാണാണ്ട് വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാനായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തേക്കുന്നത്. അതുപോലെ നമുക്കിനി എൻ്റെ വീട്ടിൽ പോട്ടെ. എൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറക്കുന്ന വഴിക്ക് ഇടിച്ച് താഴെ വീണ് ചത്തു. എനിക്കങ്ങനെ ചെയ്യണ്ട. എനിക്കെൻ്റെ XP ലെവൽ കളയണ്ട. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കി XP. അയ്യോ പോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ XP കളയേണ്ടി വരും. വേണ്ട, എനിക്കങ്ങനെ ചെയ്യണ്ട.
ഞാൻ കുറേ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് എൻ്റെ ഈ വേൾഡ് കുറേ. ഇനി എനിക്ക് കുറേ നേരം എന്താ ആദ്യമേ ഇങ്ങനെ നോക്കിയിരിക്കണം ഗൈസ്. എന്ത് ഭംഗിയും നോക്കുകയാണ്. എന്താ അവിടെയായിട്ടൊരു പോർട്ട്, അത് തന്നെ ഒരു 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 സാധനം മനസ്സിലായില്ലേ? പിന്നെ അവിടെയായിട്ടാണ് എൻ്റെ ഫേവറേറ്റ് ഐറ്റം വന്നേക്കുന്നത്. ഫേവറേറ്റ് അല്ല, ഇപ്പം ഈ 2 ബിൽഡോട് കൂടി നമ്മുടെ ഇതിൻ്റെ തുടക്കമാണ് ഗൈസ്. ഇനി നമ്മളിവിടെ ഒരു ബ്ലാക്ക് സ്മിത്തിൻ്റെ വീട് പണിയുന്നുണ്ട്. അതുപോലെ വലിയ മറ്റേ ബ്രൂമിങ് സ്റ്റേഷൻ ഇല്ലേ, അത് ഇച്ചിരി ഒരു ഗോപുരം ടവർ പോലെയാണ് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഒത്തിരി വലുതല്ല, ഇത് അത്രയും വലിപ്പമൊന്നും കാണില്ല. എൻ്റെ വീടിൻ്റെ ആ ഒരു വലിപ്പം ഈ ഒരു ഹൈറ്റിലുണ്ടാകത്തുള്ളൂ. അപ്പോൾ ഗൈസ് ഞാനൊന്ന് എൻ്റെ വ്യൂ മാറ്റിയിട്ട് ഇതേ വരും. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇച്ചിരി ലോങ് ആയി പോകുന്ന എനിക്കൊരു സംശയം. സൈഡിലായിട്ട് 1 GB എന്നൊക്കെ കാണിക്കുന്നുണ്ട്. മിക്കവാറും നല്ലപോലെ ലോങ് ആയി പോകുന്ന എനിക്ക് ഉറപ്പാണ്. പക്ഷേ നിങ്ങൾ മസ്റ്റായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. മനസ്സിലായില്ല, ഞാൻ പോണു.